ഇതൊരു ചരിത്ര, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിയിച്ചു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ. ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നിൽ സകല ആളുകളും അണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത്. നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ ഇതിൽ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അതില് ഫസ്റ്റ് കാര്യം, നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ കച്ചവടം കാര്യങ്ങളായിട്ട് പോവുകയായിരുന്നു. ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ മതങ്ങളെ വേർതിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി, എന്താ ഇത് എവിടെയും കൊണ്ട് ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു വർഗീയത. നല്ലത് ചെയ്താലും വർഗീയത, എന്ത് ചെയ്താലും വർഗീയത. ഇങ്ങനെയുള്ള ഒരു ദീനെ നമ്മൾ മാറ്റി നമ്മളൊരു സന്ദേശം പേർക്ക് കൊടുത്ത് ഒരു അർജുന്, ഒരു മനാഫ്, അങ്ങനെയുള്ള കുറെ ആളുകൾ കൂടെ ഉണ്ട്. നമ്മൾ കൂട്ടായി പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. ഇതിന് വിജയം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞ് അസാധ്യമായ ഒരു കാര്യം, ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ച് കാണിച്ചു കൊടുത്തു. അതാരാ? വലിയ പവറുള്ള ആൾക്കാരൊന്നല്ലേ നമ്മള്, സാധാരണക്കാരായ ഈ മുക്കത്തുള്ള ഈ ആളുകളും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് അവിടെ ഇരിക്കുന്നത് എൻ്റെ രേവത് ബാബു 10-70 ദിവസവും ഓനൊക്കെ നിന്ന് ഷോപ്പ് കണ്ടിരിക്കണം. നിങ്ങള് നിലത്ത് കിടന്നുറങ്ങി ജീവിച്ചതാ 72 ദിവസം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു മതസൗഹാർദ്ദവും സാഹോദര്യം അതിപ്പോ ആരെന്നില്ല, ആരായാലും ഇപ്പൊ ഈ മുക്കത്തുനിന്ന് വന്ന ആളുകൾക്ക് അർജുൻ ആരാ? മനാഫ് പണിയെടുക്കുന്നത് മനാഫിന്റെ ഒരു സ്റ്റാഫിനും വേണ്ടിയിട്ടാണ്. ഈ മുക്കത്തുള്ളവർക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ബസ്സും വിളിച്ച് വലിയ ബോട്ടൊക്കെ ആയിട്ട് വന്ന്. അതാണ് മനുഷ്യത്വം. നമ്മളത് ഈ ഇന്ത്യയിലും ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. മലയാളികൾ മനുഷ്യത്തുള്ള ആളുകളാണ്. രണ്ടാമത്, ഒരു വലിയൊരു സംഭവമാണ്. പക്ഷെ വാക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വാക്കാണ്. അതായത് ഒരു പ്രോമിസ്, വാക്ക്. ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നത് ചെറിയ രസമുള്ള ഒരു ചെറിയൊരു വേർഡാണ്, 2 അക്ഷരത്തിൽ ഒതുക്കുന്ന ഒരു വേർഡാണ്. പക്ഷെ ഈ വാക്ക് എന്ന് പറഞ്ഞ വേർഡിന്റെ പവർ അറിയോ? 72 ദിവസം കൊണ്ട് ഞാൻ സ്വീപ്പായി പോയിക്കുന്നു ആ വേർഡിനെ കൊണ്ട്. ഒരു വാക്ക് കൊടുത്തതിന്റെ പേരിൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഞാൻ തുലാസ് തൂക്കിക്കുന്നു. പക്ഷെ കൊടുത്ത സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കരുത്. ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത്. ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നതും. നമ്മളൊരു വാക്ക് കൊടുത്ത് അത് ഞാൻ ഒരാൾ മാത്രമല്ല, എൻ്റെ ടീമുള്ള മുക്കത്തുള്ള ആള് അടക്കമുള്ള ആളുകൾ, നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ ടീമൊക്കെ ഉണ്ടാക്കി സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ നിറവേറ്റി. അതിന്റെ പിന്നിൽ നഷ്ടങ്ങളുടെ കണക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി. ഞാൻ ഇതിനെക്കാളും കുറച്ചും കൂടി ഗ്ലാമറുള്ള ആളെ ഉണ്ടോ? അവിടുത്തെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ആയിപ്പോയത്. മൂന്നാമത്, കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോൾ ആദ്യ ദിവസം എൻ്റെ കൂടെ സ്ഥാപനം കൂട്ടിയിട്ട് വന്ന ആളുകളാണ്. ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അലിഫ് നിഷാം,
അബ്ദുൽ വാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അങ്ങനെ കുറെ എണ്ണം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അണുകുടുംബമായിട്ടും ഇതായിട്ടും ഓന്റെ പ്രശ്നവും ഓനെന്താ ആയിക്കോട്ടെ, നമ്മളെ എളാപ്പന്റെ മോനല്ലേ മൂത്താപ്പന്റെ മോനല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിഘടിച്ച് നിൽക്കണോടത്ത് ഒരു കുടുംബം മൊത്തം എന്റെ പിന്നിൽ നിൽക്കുകയാണ്. അത് ഇന്നലെ എനിക്കുണ്ടായ പ്രശ്നം ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് മുതൽ എന്തിനും. അല്ലാതെ ഈ സാധാരണക്കാരന് 1 കോടി ഉറുപ്പിന്റെ ഡെഡ്ജർ കൊടുക്കാന്ന് ചങ്കൂറ്റത്തോട് കൂടി പറയണമെങ്കിൽ പിന്നിലൊരു കുടുംബമുണ്ട്. ധൈര്യത്തിൽ പറയാം, സപ്പോർട്ട്, ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങളെ കുടുംബത്തിലെ അംഗത്തിന് എന്താക്കണോ ഓടി ചേർത്ത് പിടിച്ചാൽ എന്ത് മനോഹരം ഉണ്ടാവും അറിയോ കുടുംബ ബന്ധങ്ങൾ. നമ്മള് അവിടെ അതും സാധിച്ചു.